അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരമൊരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഒരു വിശദമായ ചർച്ചയ്ക്ക് ശേഷം എടുക്കാൻ പാടുള്ളൂ. നേരത്തെ ഈ ആവശ്യം ബാർ ഉടമകളുടെ കയ്യിൽ നിന്ന് വന്നിരുന്നു, ഇത് ഏകീകരിക്കണം എന്നും. പക്ഷേ ഒരു തീരുമാനം തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിൽ എടുക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ അകത്ത് ദുരൂഹത ആരോപിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവതരമായി ഒരു ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ തീരുമാനം എടുക്കേണ്ടത്. ദൗർഭാഗ്യവശാൽ പെട്ടെന്നാണ് ഇലക്ഷൻ്റെ സായാഹ്നത്തിലാണ് ഈ തീരുമാനം എടുക്കുന്നത്. അതിന് ആക്ഷേപം ഉണ്ടാവും ഉറപ്പായിട്ടും. ഈ ഏകീകരിക്കുന്ന ഒരു പ്രശ്നം വന്നിരുന്നു നേരത്തെ. പക്ഷേ ടൂറിസം കേന്ദ്രങ്ങളുടെ എണ്ണം പെട്ടെന്ന് കൂട്ടിയത് തന്നെ ഈ ബാറുകൾക്ക് ഇത് കൊടുക്കാനുമാണെന്നുള്ള ആക്ഷേപവും വന്നിരുന്നു. അത് ഗൗരവമായി പരിശോധിക്കപ്പെടണം. ആ മന്ത്രിസഭ അത് പരിശോധിക്കണം. വിശദമായ ഒരു ചർച്ചയ്ക്ക് ശേഷം ഈ 3 മണി വരെ എന്നൊക്കെയുള്ളൊരു സമയമൊക്കെ അതിൽ പറയുന്നുണ്ട്. അത് എത്രത്തോളം ഗൗരവമായിട്ട് കാണുന്നുണ്ട്? അല്ലല്ല, അത് നമ്മൾ പരിശോധിക്കേണ്ട, അതിൻ്റെ ഡീറ്റെയിൽസ് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. കാരണം അത് ടൂറിസം കേന്ദ്രങ്ങളിൽ നൈറ്റ് ലൈഫ് ഉദ്ദേശിച്ചാണോ അല്ലെങ്കിൽ വ്യാപകമായി ബാറുകൾക്ക് ഇത് കൊടുക്കുകയാണോ എന്നുള്ളതിന് ഒരു ക്ലാരിറ്റി വരുത്തണം, വളരെ വ്യക്തത വരുത്തണം. ആ വ്യക്തത വരുത്താതെ വിശദമായി ചർച്ച ചെയ്യാതെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പെട്ടെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ തീർച്ചയായിട്ടും ദുരൂഹത. ഏറ്റവും പ്രധാനപ്പെട്ട ആ ഫയൽ ഒറ്റ ദിവസം കൊണ്ടാണ് ഓരോ സെക്ഷനിലും കടന്നുപോയി എന്നാണ് പറയുന്നത്. അത് പാലക്കാടത്തെ ബ്രൂവറിയുടെ അങ്ങനെയായിരുന്നല്ലോ. ബ്രൂവറിയിൽ ഡൽഹിയിൽ നിന്ന് ഒരു കമ്പനി വന്ന് അപേക്ഷ കൊടുക്കുകയും റോക്കറ്റ് വേഗത്തിലാണ് ഗവൺമെൻറ് സ്പീഡിലെന്ന് ആരാ പറഞ്ഞത്? ഈ സ്പീഡ് ഈ കാര്യത്തിലൊക്കെ നല്ല സ്പീഡാണ്. ക്രിസ്ത്യൻ സഭകൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് കേരളത്തെ മദ്യത്തെ കൊല്ലാൻ വേണ്ടി ഇടത് സർക്കാർ ശ്രമിക്കുക എന്നതാണ്. അല്ല, അത് തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഞങ്ങൾ തന്നെ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. 1000-ഓളം ബാറുകളാണ് ഇപ്പോൾ കേരളത്തിൽ അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 1000-ത്തിലധികം ബാറുകളാണ് കേരളത്തിൽ അനുവദിച്ചിരിക്കുന്നത്. എല്ലായിടത്തും റീറ്റെയിൽ ഔട്ട്ഷോപ്പാണ്. മദ്യത്തിൻ്റെ ഇത്രമാത്രമുള്ള വ്യാപനം അത് കേരളത്തെ ദോഷകരമായി ബാധിക്കും എന്നത് ഞങ്ങളുടെ കൂടി നിലപാടാണ്, ശക്തമായ നിലപാടാണ്.